എന്നിട്ട് വിഗ്രഹത്തിന് സുജൂദ് ചെയ്താൽ തന്നെ വിശ്വാസം നോക്കാണ്ട് പറഞ്ഞുകൂടാന്ന് എഴുതിയ നിങ്ങളാണോ ഇവിടെ മലക്കുകളോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ശിർക്കല്ല എന്ന് പറയുന്നതിനെ എതിർക്കുന്നത് ഖുർആനിൽ അങ്ങനെ ഇല്ലേ? അതുപോലെ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തത് ഖുർആനിൽ ഇല്ലേ? അതൊക്കെ ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ മതത്തിൽ സുജൂദ് കൊണ്ട് ബഹുമാനിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ അപ്പുറവും ഇപ്പുറവും മൂടി വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഖാദിയാനിസത്തിലേക്ക് പോകുന്നത് സഖാഫി വിരുദ്ധമാണോ എന്ന് പറയുന്നത് ശരിയല്ല, ഒരിക്കലും തന്നെ ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മൂടി വെച്ച് വായിക്കുന്ന ഏർപ്പാട് നിർത്തണം. ഞങ്ങളെ മുന്നിൽ വെച്ചത് നടക്കില്ല. നിങ്ങൾ ആ വായിച്ചതിന് നിങ്ങൾ ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, തെറ്റിദ്ധരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾ പറയണം. അതാണ് ഒരു മാന്യത. നിങ്ങൾ ഒരിക്കലും തന്നെ മൂടി വെച്ച് പറയുന്നത് ശരിയല്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൂടി വെച്ച് സംസാരിക്കുന്നത്? എന്തുകൊണ്ട് സത്യസന്ധരായി ജീവിച്ചുകൂടാ? സത്യം പറഞ്ഞുകൂടെ? പിന്നെ ശഫാഅത്ത് ചോദിക്കുന്നു. ഇത് ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥമാണ്, ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നു ശഫാഅത്ത് ചോദിക്കലുണ്ട്, ശഫാഅത്ത് റസൂലുള്ള ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശഫാഅത്ത് ചോദിക്കലുണ്ട്, റസൂലുള്ള ശഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ശഫാഅത്ത് ചോദിച്ചതുകൊണ്ട് അത് ശിർക്കാകുമെന്നാണോ? ആര് പറഞ്ഞു? ഇബ്നു ഹജർ തുഹ്ഫയിൽ പറഞ്ഞതും അതുപോലെ തന്നെ സവാജിറിൽ പറഞ്ഞതുമായ ഒരു കാര്യം, അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻകും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്? മുമ്പിലിരിക്കുമ്പോൾ ഇതൊന്നും തെളിയിക്കാൻ കഴിയൂല. കേക്ക് മനസ്സിലായില്ലേ? ഇത് വ്യക്തമായി തന്നെ എഴുതിയതാ. ഇപ്പൊ അവര് വായിച്ചല്ലോ, വായിച്ച ഈ ഇതിലുള്ളതാ, മൈദലുള്ളിലും സോവനീറിലുള്ളതാ. അതെ, ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ മുശ്രിക്കാവൂലേ? ഇല്ലല്ല വായിക്കണ്ടേ? വെറും ലാ ഇലാഹ വായിക്കല. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് പറയാ, ഇല്ലല്ല കേൾക്കുന്നത്. അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം. സദസ്സിലിരിക്കണം. സദസ്സിൽ എല്ലാവരും അടങ്ങിയിരിക്കണം. സദസ്സിൽ നിന്ന് ആരും ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും അടങ്ങിയിരിക്കണം. എല്ലാരും ഇരുന്നോളൂ, എല്ലാരും ഇരുന്നോ. എല്ലാരും ഇരുന്നോ, ആരും ശബ്ദം ഉണ്ടാക്കണം. അത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ അവിടെ ഇരുന്നോ, സ്റ്റേജിലുള്ള ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. അത് നിങ്ങൾ ആരും വേണ്ട. എല്ലാവരും അവിടെ ഇരിക്കുക, എല്ലാരും അവിടെ ഇരിക്കുക. അതെ, മൈക്ക് ഓഫാക്കണം. ഇല്ലേ ഇല്ല, അല്ല മൈക്ക് ഓഫാക്കി നമ്മള് ഹലോ, സദസ്സ് നിശബ്ദമാവുക. പരിപാടിയുടെ നടത്തിപ്പിന് സഹകരിക്കുക. ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷനിലെ അവസാനത്തെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇവിടെ ഇപ്പോൾ. അത് ജക്കരിയ സലാഹി പറയും. ഇതാ ഞാൻ ഇനി വായിക്കാം. ആരാ മൂടി വെച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകപ്പേഴ നിങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ. ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ധരിച്ചറിയോ? ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സൽസബീൽ 1971 നവംബർ പുസ്തകം ലക്കം 1, പുസ്തകം 1 ലക്കം 4. ഈ സൽസബീൽ അതില്ല. എന്തെങ്കിലും നിങ്ങൾ തെളിയിക്കുന്ന അപ്പം മധ്യസ്ഥന്മാരെ കൊടുക്കാം. സൽസബീലുള്ള എന്താണ്? നിങ്ങൾ വിഗ്രഹത്തിന് മുമ്പിൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, അത് മാത്രമല്ല അദ്ദേഹം ആദ്യം പറഞ്ഞ് സിട്ടിക്ക് സുജൂദിൽ ശിർക്കാണെന്നുള്ള ഈ തർക്കല്ല. എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. ഇയാൾ തിരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥന്മാർക്ക് ഞാൻ കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സൽസബീൽ കാണിച്ചു തരണം. കണ്ടോ? ചർച്ച അതല്ല ഇവിടുത്തെ ചർച്ച, അതല്ല, അത് മനസ്സിലാക്കണം. എന്റെ സമയമാണ്.
പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ചർച്ച. ഹലോ, അല്ല, എല്ലാവരും പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കൂ. എല്ലാവരും സീറ്റിൽ ഇരിക്കണം, ശാന്തമായി ഇരിക്കണം. ആകെ 4 മിനിറ്റ് കൂടി ഇരുന്നാൽ ഈ ഫസ്റ്റ് സെഷൻ തീരും. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു തർക്കിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്. ഒരു തർക്കം കഴിയുമെങ്കിൽ തീരട്ടെ. എല്ലാവരും ഈ കാര്യം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായ പ്രമാണങ്ങളാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സദസ്സിലുള്ളവർ ഒരിക്കലും നിങ്ങൾ തർക്കിക്കരുത്. തർക്കിക്കാൻ ഇവിടെ ആളുകളുണ്ട്, അവർ തർക്കിക്കുക, നമ്മളത് കേൾക്കുക. അതാണ് എന്നെങ്കിലേ ഈ സദസ്സ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. അതിനാണ് നമ്മൾ 2 വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ വളരെ സൗമ്യരായിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി ആകെ 4 മിനിറ്റ് ഉള്ളൂ. ആ 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൂടി ആലോചിച്ച് എന്താണ് വേണ്ടത് ചെയ്യുക. നമ്മൾ സെഷൻ തീർക്കലല്ലേ, ഭംഗിയായി തീർക്കലല്ലേ നല്ലത്, അല്ലേ? അങ്ങനല്ല നമ്മൾ അതാണ് അതൊരു എന്താണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയും. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുമല്ല, അതാണ് തീർത്തി. ആയിക്കട്ടെ, ഒന്ന് ഇരിക്കേ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എല്ലാവരും ഒന്ന് ഇരിക്കാവുന്ന വായിക്കട്ടെ. എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എൻ്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. നിങ്ങളെ സമയത്ത് ഞാനിവിടെ പറയുന്നത് സൽസബീലിൽ ഇല്ലാത്തത് നിങ്ങൾ ഈ സക്കാഫി ഉദ്ധരിച്ചിട്ടുണ്ട്. സൽസബീലിൽ ഇല്ലാത്തത് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിയല്ല. എന്റെ സംസാരം ലേഖനം അവർ ആവശ്യപ്പെടുന്നു. നമ്മൾ കൊടുത്തല്ലോ, അവര് വായിച്ചോട്ടെ. ഞങ്ങൾ അവരെ കയ്യിൽ കൊടുത്തു. ഒരു വട്ടം ഞങ്ങൾ കയ്യിൽ കൊടുത്തു, അവര് വായിച്ചോട്ടെ. ഇത് മര്യാദകേടാണ്. ഇത് ശരിയല്ല. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ വ്യവസ്ഥയിൽ എഴുതിയതാണ്. സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ആ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് ആരോപണം പിൻവലിക്കണം. മുജാഹിദ് മധ്യസ്ഥന്റെ അഭ്യർത്ഥന മൗലവിമാര് തന്നെ തള്ളുന്നതാണോ മര്യാദ? കലക്കാനുള്ള പരിപാടിയാണ് ഇത്. സുഹൃത്തുക്കളെ, ഒരിക്കലും അനുവദിക്കും.